കല്ലിനും തീക്കും വെള്ളത്തിനും വരെ ബോധമുണ്ട്, മനസ്സുണ്ട് എന്നിപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്വാസമാകുന്ന നമ്മുടെ ജീവൻ ഇവിടെ എപ്പോഴും ഉണ്ട്. ഒന്നും പുതുതായിട്ടുണ്ടാവുന്നുമില്ല, ഈ ലോകത്ത് ഒന്നും നശിക്കുന്നുമില്ല. ആറ്റം വിഘടിക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി കൊണ്ടാണ് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത്. നമസ്കാരം മാം. നമസ്കാരം. പൊതുവേ ഈ ശാസ്ത്രപരമായിട്ട് ഡിഫൈൻ ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇപ്പോൾ മാം എന്ന് പറയുന്നത് ഒരു റേക്കി ടീച്ചറാണ്, അതേപോലെ താന്ത്രിക വിദ്യകൾ ഇതൊക്കെ പരിചയമുള്ള ഒരാളാണ്. ഇതിനു മുമ്പ് കുറേ കാലം മുമ്പ് നമ്മുടെ സുനിത വില്യംസിൻ്റെ കയ്യിലൊരു ഗണപതി ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി വലിയ ചർച്ച ഉണ്ടായിരുന്നു. അന്ന് ശാസ്ത്ര ലോകത്തെ മുൾമുനയിൽ നിർത്തിയൊരു കാര്യമായിരുന്നു, ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നത്? നിങ്ങൾ സയൻറ്റിസ്റ്റുകളല്ലേ, ശരിക്കും ശാസ്ത്രവുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ പ്രപഞ്ചശക്തിയാണ് ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ പുരാതന കാലത്തുള്ള വേദങ്ങൾ മുതൽ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ പിന്നീട് വന്നാണ് ദർശനങ്ങൾ, സാഖ്യം, ന്യായം, വൈശേഷികം, യോഗദർശനം പോലുള്ള ദർശനങ്ങൾ എല്ലാം പ്രപഞ്ചശക്തിയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിരുന്നത്. സർവ്വവ്യാപിയായിട്ടുള്ള ഏകവും അണുവും ആയിട്ടുള്ള പ്രപഞ്ചശക്തിയാണ് ഈശ്വരൻ. പ്രപഞ്ചം പുരുഷനും ശക്തി സ്ത്രീയും. ശക്തി എന്ന് പറയുമ്പോൾ എനർജിയാണ്. ആ സ്പന്ദനം ഉണ്ടായത് മുതലാണ് ജീവൻ്റെ ഉൽപ്പത്തി. ആദ്യം പ്രോട്ടോണിന് മുമ്പുള്ള ക്വാർട്സ് എന്ന് പറയുന്ന പരമാണുവാണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നെ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് നമ്മളതിന് അവ്യക്തം എന്ന് പറയും. ഇതുണ്ടാകുന്നതിന് മുന്നുള്ള ഭാഗത്തിന് നമ്മളുടെ ശാസ്ത്രങ്ങൾ അവ്യക്തം എന്ന് പറയും. അതിനുശേഷം ഉണ്ടാകാൻ തുടങ്ങുന്ന, അപ്പോൾ പ്രോട്ടോണിന് മുമ്പ് ഉണ്ടാകുന്ന പരമാണു ക്വാർട്സ്, അത് വ്യക്തമായി അല്ലേ, എന്തെങ്കിലും ഒന്നുണ്ടായി, അതിന് നമ്മൾ മഹത്ത് എന്ന് പറയും. നമ്മുടെ ശാസ്ത്രത്തെ മഹത്ത് എന്ന് പറയും. അഹങ്കാരം, അത് ബോധമാണ്. ബോധമാണ് ആദ്യം ഉണ്ടാകുന്നത് നമ്മുടെ ശാസ്ത്രപ്രകാരം. അപ്പോൾ ഇവിടെ ആറ്റം ഉണ്ടായി. ആറ്റത്തിന് ബോധമുണ്ട്. അതുകൊണ്ട് കല്ലിനും തീക്കും വെള്ളത്തിനും വരെ ബോധമുണ്ട്, മനസ്സുണ്ട് എന്നിപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ പണ്ടേ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആറ്റത്തിന് ബോധമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആറ്റങ്ങൾ ചേർന്ന് പിന്നെ വെള്ളമുണ്ടാകുന്നു, മറ്റ് വസ്തുക്കളുണ്ടാകുന്നു. അപ്പോൾ അത് മഹത്, പിന്നെ അവ്യക്തം, മഹത്, അഹങ്കാരം, പിന്നെ പഞ്ചതന്മാത്രകൾ, രൂപരസ ഗന്ധ സ്പർശ ശ്രവണം. അപ്പോൾ അങ്ങനെ അതിന് ശേഷമാണ് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ മോഡേൺ സയൻസും ആറ്റങ്ങൾ ഉണ്ടാകുന്നു, ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്നു, പിന്നെ വസ്തുക്കൾ ഉണ്ടാകുന്നു, ജീവനുണ്ടാകുന്നു, അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രീതിയിലാണ് പറയുന്നതെങ്കിലും പരിണാമ പ്രക്രിയ ഏകദേശം ഒരുപോലെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയപ്പെടുന്ന പല രൂപങ്ങളിലും പേരുകളിലും പറയുന്ന ദൈവങ്ങളുണ്ടല്ലോ, 33 ദൈവങ്ങൾ, അതെല്ലാം ഈ പ്രപഞ്ചത്തിലും ശക്തിയിലും ഉൾപ്പെട്ടിരിക്കുന്നു. പുരുഷ ദൈവങ്ങൾ, അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് കേട്ടിട്ടില്ലേ? അതായത് പുരുഷനും സ്ത്രീയുമാണ്. പുരുഷനും പ്രകൃതിയും അല്ലെങ്കിൽ പുരുഷനും ശക്തിയും, പുരുഷനും സ്ത്രീയും എന്നൊക്കെ പറയാം. അപ്പോൾ പുരുഷൻ എന്ന് പറയുന്നത് ശിവം, ബ്രഹ്മം എന്നൊക്കെ പറയപ്പെടുന്ന പ്രപഞ്ചം. ആദ്യത്തെ സ്പന്ദത്തോടുകൂടി പിന്നീടുണ്ടാകുന്ന സൃഷ്ടികൾ മുഴുവനും അതിനെ ശക്തി എന്ന് പറയും. അത് എനർജിയാണ്, പ്രപഞ്ചത്തിലുണ്ടാകുന്ന എനർജി എന്ന് പറയുമ്പോൾ ആറ്റമാണല്ലോ, ആറ്റത്തിനുള്ളിലുള്ള എനർജിയാണ്. ഇതൊക്കെ അപ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെത്തേഡ് തന്നെയാണോ? ഇപ്പോൾ എങ്ങനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണോ നമ്മളിതൊക്കെ വിശ്വസിക്കുന്നത്? ഇല്ലില്ല, ഇത് മോഡേൺ സയൻസ് പഠിച്ചവർക്കും സയൻറ്റിസ്റ്റുകൾക്കും ഒക്കെ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. ആറ്റത്തിനുള്ളിൽ എന്താ ഉള്ളത്? എനർജി അല്ലേ. ആറ്റം ബോംബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആറ്റം വിഘടിക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി കൊണ്ടാണ് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആറ്റത്തിൽ നിന്ന് ഇത്ര വലിയ ശക്തി റിലീസാവുന്നുണ്ട്. നമ്മൾ കോടാനുകൂടി ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ഇതൊരു അത്ര പവർഫുള്ളായിട്ടുള്ള ബോഡിയാണ് നമ്മുടെ ഇത്. അത്രയും എനർജി നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്കത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം എതിർക്കുന്നത്. ആ കോടാനുകൂടി ആറ്റങ്ങൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ട ഈ ബോഡിയിൽ അത്ര പവറുണ്ട്. അത് നമ്മൾ ഇലക്ട്രിക് കറണ്ട് പോലെയുള്ളതാണ് ഈ പവർ, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി അല്ലേ. അപ്പോൾ ആ എനർജിയാണ് നമ്മുടെ ബോഡി. പ്രപഞ്ചം എങ്ങനെയാണ്? ഇത് എനർജി ഉള്ളത് കൊണ്ടല്ലേ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് വലിച്ചടുപ്പിക്കാത്തതും
അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ശക്തി പ്രയോഗിക്കുന്നത് കൊണ്ടാണ് അവിടെ തന്നെ നിൽക്കുന്നത്. അതെ. അപ്പം അതേപോലെ ഈ പ്രപഞ്ചം മുഴുവനും ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. ഫിസിക്സ് എനിക്ക് അത്ര അറിയില്ല, അതുകൊണ്ട് അത്ര വിശദമായി പറയാൻ എനിക്കറിയില്ല. ഇത്രയും പറയാം. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളതും ഈ എനർജിയാണ്. അപ്പോൾ ഈ എനർജി ആയതുകൊണ്ട് തന്നെ എനർജിയുടെ ബ്ലോക്കാണ് നമ്മുടെ ഓരോ പ്രശ്നത്തിനും കാരണം. അതാണ് നമ്മൾ ഈ ഹീലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ കാരണം. ഇനി തന്ത്രശാസ്ത്രം അല്ലെങ്കിൽ യോഗ, ക്രിയായോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ, ഇതിലൊക്കെ സയൻറ്റിസ്റ്റുകൾ പോലും വിശ്വസിക്കാൻ കാരണം ഈ എനർജിയാണ് ഈശ്വരൻ എന്ന് അവർക്ക് അറിയുന്നത് കൊണ്ടാണ്. അത് പല രൂപത്തിൽ അത് കാണും. ഇപ്പോൾ എൻ്റെ ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയാണ്. ഞാൻ ഈശ്വരനെ കാണുന്നത് പ്രപഞ്ചശക്തിയായിട്ടാണ്, ഒരു രൂപത്തിലല്ല. പക്ഷേ നമ്മൾ കൊച്ചിലെ മുതലേ കേട്ട് വളരുന്ന ചില കഥകളുണ്ട്, അല്ലേ? മിക്കവാറും ശിവനെക്കുറിച്ചാകും ചിലർ, അവരുടെ അടുത്തുള്ള ക്ഷേത്രം ഏതാണ് അതായിരിക്കും അവർ കേൾക്കുക. ചിലർ ഭഗവതിയെക്കുറിച്ചായിരിക്കും, ദേവി ക്ഷേത്രമാണ് അടുത്തുള്ളെങ്കിൽ അതാണ്. ചിലർ കൃഷ്ണക്ഷേത്രമായിരിക്കും, അപ്പോൾ കൃഷ്ണനാണ് അവരുടെ മെയിൻ ദൈവം. അങ്ങനെ നമ്മൾ കുഞ്ഞിലെ മുതൽ കേട്ട് നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന രൂപത്തിൽ നമ്മൾ ഈശ്വരനെ കാണുന്നു. പക്ഷെ അതൊന്നുമല്ല അവർ. ഇപ്പോൾ കൃഷ്ണൻ അവതാരമാണെന്ന് പറയുന്നു, ക്രിസ്തുവും നബിയും പ്രവാചകന്മാരാണെന്ന് പറയുന്നു. അപ്പോഴും അവിടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ശക്തി അവർ പറയുന്നത് പരിശുദ്ധാത്മാവ്, അല്ലേ? ഇസ്ലാം മതത്തിൽ പറയുന്നത് രൂപവും ഇല്ലാത്ത ഒരു ഈശ്വരനെ കുറിച്ചിട്ടാണ്. രൂപമില്ല, അവർക്ക് ബിംബങ്ങളില്ലല്ലോ. അപ്പോൾ ഇതേപോലെ പരിശുദ്ധാത്മാവെന്ന് ബൈബിളിലും അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലും പറയണം. ക്രിസ്തു പ്രവാചകനാണ്. നമ്മുടെ ഇതിൽ ഹിന്ദു സംഹിതയിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ച ശക്തിയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈശ്വരൻ എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പിന്നീട് വന്ന പേരുകളിൽ അറിയപ്പെടുന്ന ദൈവങ്ങളെല്ലാം ബിംബങ്ങളാണ് ശരിക്കും. നമ്മളതിനെ നമ്മളാ രൂപത്തിൽ കാണുക മാത്രമാണ് ചെയ്യുക. അരൂപിയായിട്ടുള്ള സർവ്വവ്യാപിയായ ഏകമായ ദൈവം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കത്, സാധാരണ ജനങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഈശ്വരനെ പ്രാർത്ഥിക്കാൻ അവരെപ്പോൾ ബിംബത്തെ ഉണ്ടാക്കുന്നു. മനുഷ്യനുണ്ടാക്കിയതാണ് ഈ ബിംബങ്ങളെല്ലാം, പല പേരുകളിലുള്ള ഈശ്വരൻ. അപ്പോൾ സുനിത വില്യംസ് ഗണപതിയെ കയ്യിലെടുത്തത് അവർ കൊച്ചിലെ മുതലേ കേട്ടത് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് അവർ കയ്യിൽ വെച്ചു. ചിലർ ഭഗവത്ഗീത കയ്യിൽ വയ്ക്കും, അല്ലേ? കുരിശ് കയ്യിൽ വയ്ക്കും, പലതും കയ്യിൽ വയ്ക്കാം. അത് കൊച്ചിലെ മുതൽ അവർ കേട്ട് വളർന്ന ആ ഒരു ബിംബത്തെ അവർ കയ്യിൽ വെച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ആത്യന്തികമായിട്ട് ഏത് സയൻസ് പഠിച്ചവരും ഈ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം അതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് നമ്മളെല്ലാവരും വന്നത്. ക്വാണ്ടം ഫിസിക്സ് പറയുന്നില്ലേ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഊർജ്ജ സംരക്ഷണ നിയമം, ഒന്നും പുതുതായിട്ടുണ്ടാവുന്നുമില്ല ഈ ലോകത്ത്, ഒന്നും നശിക്കുന്നുമില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എനർജി തന്നെയാണ് പലതായിട്ട് പരിണമിച്ചത്. ഇപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? അച്ഛൻ്റെ അമ്മയുടെയും ഉള്ളിൽ സൂക്ഷ്മമായിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ്, അവരുണ്ടാകുന്നതിന് മുമ്പ് എവിടെയായിരുന്നു നമുക്കറിയില്ലല്ലേ. അങ്ങനെ പിന്നിലേക്ക് പോകുമ്പോൾ നമുക്കറിയില്ല. പക്ഷെ നമ്മളില്ലായിരുന്നോ? ഉണ്ട്, എവിടെയോ ഉണ്ടായിരുന്നു. അത് സൂക്ഷ്മത്തിലാണ്. നമ്മളിനി എവിടെ പോകും? വീണ്ടും അങ്ങനെ തന്നെ സൂക്ഷ്മത്തിലേക്ക് ലയിക്കും. പക്ഷേ ശരീരം സൂക്ഷ്മമായിട്ട് കത്തിച്ച് കളയാം, കുഴിച്ചിടാം, ഒക്കെ ചെയ്യാം. പക്ഷേ അവസാന ശ്വാസം എങ്ങോട്ടാണ് പോയേ? അവസാന ശ്വാസം പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ശ്വാസം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ശ്വാസമാണ് അങ്ങോട്ട് ലയിച്ചത്. ശരീരം കത്തിച്ച് കളയാണ്. ആ ശ്വാസം പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പോകുന്നിങ്ങനെ പോകുന്നത് ആ ശ്വാസം കാണുകയല്ല, ആ ശ്വാസം എടുത്തിങ്ങനെ വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനത്തെ ശ്വാസം പോയി, പിന്നെ എടുത്തില്ല, അത് ബോഡി നിശ്ചലമായി. അപ്പോൾ മരിച്ചു നമ്മൾ പറയും. അതുവരെ നമ്മളങ്ങനെ പറയില്ല. അപ്പോൾ ശ്വാസമാകുന്ന നമ്മുടെ ജീവൻ ഇവിടെ എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അത് നമ്മൾ അങ്ങനെ ചിന്തിച്ച് പോയാൽ നമുക്കത് കിട്ടും. പിന്നെ നമുക്ക് ഇതുവരെ സയൻറ്റിസ്റ്റുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. ആരാദ്യം ഉണ്ടായി? വിത്താണോ ആദ്യം ഉണ്ടായത്? മരമാണോ ആദ്യം ഉണ്ടായത്? അല്ലേ? ആദ്യത്തെ മനുഷ്യൻ പരിണമിച്ചു വന്നതാണോ? മനുഷ്യനായിട്ട് തന്നെയാണോ ആദ്യം ഉത്ഭവിച്ചത്? നമുക്കൊന്നും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ എത്ര സയൻസ് പഠിച്ചവരും ഈ ശരീരത്തിൻ്റെ പവറും പ്രപഞ്ചത്തിൻ്റെ പവറും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതിനും അപ്പുറമാണെന്നും അത്രമാത്രം കാര്യങ്ങൾ ഇനിയും നമ്മൾ പഠിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്.
നമ്മുടെ ഈ ഒരു അഞ്ചിന്ദ്രിയങ്ങളുണ്ടല്ലോ, ഈ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് സൂക്ഷ്മ പ്രപഞ്ചം ഇവിടെയുണ്ട്, സങ്കീർണമായ പ്രപഞ്ചം ഇവിടെയുണ്ട്. നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മൾ കണ്ടെത്തിയത് മാത്രമാണ് ശരിയെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഇനിയും നമ്മൾ അത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അതെ, ഓക്കെ.